മിഥില ബാലനുണ്ട് കൽപ്പറ്റയിൽ. നേരത്തെ മിഥില പറയുകയായിരുന്നു ഈ ലഡു വിതരണം ചെയ്തുകൊണ്ട് ആളുകൾ സന്തോഷം പങ്കുവെക്കുകയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് പരിഹാരം കണ്ടെത്തേണ്ടുന്ന സാധാരണ ജനങ്ങളുടെ നിരവധി പ്രശ്നങ്ങൾ വയനാടിനെ സംബന്ധിച്ചുണ്ട്. വയനാടിനെ കൈവെള്ളയിൽ സൂക്ഷിക്കും എന്ന ഉറപ്പാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രിയങ്ക ഗാന്ധി ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ആ ഉറപ്പിൽ പ്രതീക്ഷയർപ്പിക്കുകയല്ലേ ജനം? അതിന്റെ ഭാഗമല്ലേ ഈ ആഘോഷം? തീർച്ചയായും ഗോപി, പ്രിയങ്ക ഗാന്ധി പ്രചരണ സമയത്ത് വയനാട്ടിലെ ജനങ്ങൾക്ക് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിലെ ജനങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രധാനമായും ഒന്ന് മെഡിക്കൽ കോളേജ്. വയനാട്ടിലെ ജനത്തിന് ഒരു മെഡിക്കൽ കോളേജ് ഇല്ല. അവർ എന്തെങ്കിലും അസുഖം വന്നാൽ ആശ്രയിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയാണ്. നമുക്കറിയാം, താമരശ്ശേരി ചുരം കടന്നു വേണം അവർക്ക് ഈ മെഡിക്കൽ കോളേജിൽ എത്താൻ. ഒരുപാട് സമയം ചികിത്സ കിട്ടാതെ വൈകുന്നുണ്ട്. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം വേണം. മറ്റൊന്ന് രാത്രികാല യാത്രാ നിരോധനമാണ്. അത് DK ശിവകുമാർ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണ സമയത്ത് എത്തിയ സമയത്ത് പറഞ്ഞ ഒരു കാര്യം, ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം പ്രത്യേക യോഗം വിളിക്കും, പ്രിയങ്ക ഗാന്ധിയെ ഉൾപ്പെടുത്തി യോഗം വിളിക്കും, രമ്യമായി തന്നെ ഈ പ്രശ്നം പരിഹരിക്കും, വളരെ അനുകൂലമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ കർണാടക സർക്കാർ സ്വീകരിക്കും എന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ബദൽ റോഡാണ്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ ഇവർ മിഠായി വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്, വലിയ ആഘോഷത്തിലാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസത്തെ കാണുന്നത്? വളരെ വളരെ നല്ല ആവേശത്തിലാണ്. പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് വയനാട്ടിൽ വരികയാണെങ്കിൽ നല്ല വരവേൽപ്പ് കൊടുക്കാനുള്ള സജീവ പ്രവർത്തനത്തിലാണ് എല്ലാ പ്രവർത്തകരും. ഇവിടെ വന്നിറങ്ങിയതിനേക്കാളും വലിയ ആവേശമായിരിക്കുമോ പ്രിയങ്ക ഗാന്ധി? തീർച്ചയായിട്ടും നല്ല ആവേശമായിരിക്കും. ഒരു ഉത്സവഛായയിലുള്ള ഒരു വരവേൽപ്പായിരിക്കും UDF പ്രിയങ്ക ഗാന്ധിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അത് വയനാട്ടിലെ ജനങ്ങൾ അംഗീകരിച്ചതാണ്. ഇനിയും ഇതുവരെ കിട്ടിയതിനേക്കാളും മെച്ചപ്പെട്ട സ്വീകരണമായിരിക്കും ഈ വരുന്ന വരവിൽ കിട്ടുക. ഇവിടുത്തെ ഓരോ ജനത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു പ്രചരണ സമയത്ത് പ്രിയങ്ക ഗാന്ധി കടന്നുപോയത്. ആവശ്യങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണോ നിങ്ങളുള്ളത്? 100%. ഇടതുപക്ഷം ഇതുവരെ പ്രതിപാദിക്കാത്ത വിഷയങ്ങളെ കുറിച്ച് വരെ പ്രതിപാദിച്ചിട്ടുണ്ട്. വയനാടിൻ്റെ മെഡിക്കൽ കോളേജ്, രാത്രിയാത്രാ നിരോധനം, പിന്നെ ബദൽ റോഡ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതിന് തുടക്കാടാനുള്ള ഒരു വരവാണ് ഇപ്പം ഈ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നത്. എങ്ങനെയാണ് ആ ഒരു വരവിനെ നിങ്ങൾ ആഘോഷാക്കാൻ? തീർച്ചയായും വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് വയനാട്ടിലെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയത്തിന് അതീതമായി കാത്തു നിൽക്കുന്നത്. വലിയ സ്വീകരണം നൽകും. ആദ്യമായി ഒരു പാർലമെൻറ്റ് അംഗമാകുന്നത് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എന്നുള്ളതിൻ്റെ അഭിമാനം കൂടി ഞങ്ങൾക്കുണ്ട്. തീർച്ചയായും ഗോപികൃഷ്ണൻ, ഇതാണ് വയനാട്ടിലെ ജനങ്ങളുടെ ശരി. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് മിഥില ബാലൻ നമ്മളോട് സംസാരിച്ചത്. അവിടുത്തെ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് അതിന്റെ ഭാഗമായ ആഘോഷങ്ങളിലേക്കും അവർ കടക്കുന്നു. പ്രിയങ്ക ഗാന്ധിക്ക് അങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയ മേൽവിലാസം ഉണ്ടാവുകയാണ്. പ്രിയങ്ക ഗാന്ധി മെമ്പർ ഓഫ് പാർലമെന്റ്, പ്രിയങ്ക ഗാന്ധി MP എന്നാണ് ഇനി പ്രിയങ്ക ഗാന്ധി മാറാൻ പോകുന്നത്. 1-ാം തീയതി വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുന്നു. 30-ാം തീയതി തൊട്ട് തലേന്നാൾ പ്രിയങ്ക ഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ പ്രദേശങ്ങളിൽ എത്തും. MP ആയ ശേഷം പ്രിയങ്ക ഗാന്ധി എത്തി വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ വേണ്ടിയാണ് ഈ 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രിയങ്ക ഗാന്ധി കേരളത്തിലെത്താൻ പോകുന്നത്.